പത്തിരികളിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പത്തിരിയാണ് കൈപ്പത്തിരി. കൈപ്പത്തിരിക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് പെപ്പർ ചിക്കൻ. ഇതിന് മുൻപത്തെ വീഡിയോ പെപ്പർ ചിക്കൻ ആയിരുന്നു. കാണാത്തവരെല്ലാം കണ്ടു നോക്കാം. എളുപ്പത്തിലൊരു കൈപ്പത്തിരി തയ്യാറാക്കി നോക്കാം. കൈപ്പത്തിരി തയ്യാറാക്കിയിട്ട് ഇതുവരെ ശരിയാവാത്തൊരു ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുവേണ്ടി 3 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 4 കപ്പ് വെള്ളം, പാകത്തിന് ഉപ്പ്, 5 ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് നിറയെ തേങ്ങ, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഓയിൽ. എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കാൻ വലിയൊരു പാത്രം വെച്ച് നമ്മൾ എടുത്തു വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചെറുതായൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ജീരകവും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നന്നായി തിളയ്ക്കണം. എന്നാലേ ജീരകത്തിൻ്റെ എല്ലാം ഫ്ലേവർ ഇറങ്ങി വരികയുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ 4 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത പാടെ നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. വെള്ളം അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു ചൂടോടുകൂടി തന്നെ നന്നായി കുഴച്ചെടുക്കണം. പൊടി നല്ല സോഫ്റ്റായി വരുന്നവരെ കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് എല്ലാതും ഒന്ന് പരത്തിയെടുക്കാം. ഒരു വാഴയിലയിൽ എണ്ണ പരത്തിയിട്ടോ ഒരു ഫോയിൽ പേപ്പറിൽ എണ്ണ പരത്തിയിട്ടോ നമ്മുടെ ഉരുള വെച്ച് കൊടുക്കാം. ഉള്ളം കൈ കൊണ്ട് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇത് നമ്മുടെ കയ്യിലേക്ക് കമഴ്ത്തി കൊടുക്കാം. നമ്മൾ ആദ്യം ഫോയിലുമേ ഓയിൽ പുരട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. പരത്തിയെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ തൊട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. അടുത്തൊരു മെത്തേഡ് കാണിക്കാം. സെയിം മെത്തേഡിൽ പരത്തിയെടുക്കാം. അതിന് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി റൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് കറക്റ്റ് പത്തിരിയുടെ മുകളിൽ വെച്ച് സൈഡിൽ നിന്നെല്ലാം ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുന്നതാണ്. കൈപ്പത്തിരി എപ്പോഴും കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കണം. ഇഷ്ടമുള്ള ഏത് മെത്തേഡിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാ പത്തിരിയും പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് നമ്മുടെ പത്തിരി വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കാം. സാധാ പത്തിരി ചുടുന്ന പോലെ തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. നൈസ് പത്തിരി പോലെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ സാധിക്കില്ല. കുറച്ച് സമയം വേണ്ടിവരും ഇതൊന്ന് കുക്കായി കിട്ടാൻ. ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ചെറുതായത് ബ്രൗൺ കളറായി വരണം. ഈ രീതിയിൽ എല്ലാ പത്തിരിയും തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഓരോ പത്തിരിയും പരത്തുന്നതോടൊപ്പം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഈ പത്തിരി കറക്റ്റ് കഴിക്കേണ്ടത് നാളികേരപ്പാലിൽ ഒരു 2 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം ചിക്കൻ കറിയോ ബീഫ് കറിയോ എഗ് കറിയോ ഏത് വേണമെങ്കിലും കൂട്ടിയിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. ഇഷ്ടമായവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങളൊക്കെ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.